ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഞങ്ങൾ ദാണ്ട് ഒരുങ്ങി റെഡിയായി സെറ്റായിട്ട് ദാണ്ട് ബസ്സിൽ കയറി ഇരിപ്പായി കേട്ടോ. അങ്ങനെ കുറേ നേരം ബസ്സിൽ പോസ്റ്റ് അടിച്ചിരുന്നെങ്കിലും പിന്നീടുള്ള യാത്ര വളരെ ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്തിങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. എവിടേക്കാണെന്നുള്ളത് വഴി കാണിച്ചു തരാം. ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നുള്ളതും വഴിയെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനും കാശിക്കുട്ടനും അച്ഛനും എല്ലാവരും കൂടെ ബസ്സിലിരുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പല പല കാഴ്ചകൾ കണ്ട് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ബസ്സിനകത്ത് ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. അത് കേട്ടപ്പോഴത്തേക്കിനും കാശിമോന് കളിക്കാനുള്ള ഭയങ്കര ജാഗ്രതയും വ്യഗ്രതയും കൂടി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ പിടിച്ച് കെട്ടിയിട്ടിരുത്തി കേട്ടോ. അങ്ങനെ കെട്ടിയിട്ടിരുന്നിടത്തു നിന്ന് അവൻ അനങ്ങാതെ അവന് പറ്റുന്ന രീതിയിലൊക്കെ അവൻ സ്റ്റെപ്പിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ അവനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സ്റ്റെപ്പിട്ട് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. എന്നാലും ഞങ്ങൾ തത്തിപ്പൊത്തി അവിടെ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. രാവിലെ വെറുതെ കിടന്ന് അലമ്പൊന്നും ഉണ്ടാക്കണ്ടെന്നും കരുതി ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചേക്കാണ്. അങ്ങനെ നമ്മൾ രണ്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഒരു കല്യാണം കൂടാനെ കൊണ്ട് എത്തിയതാട്ടോ. അങ്ങനെ കല്യാണം കൂടാൻ വന്നിടത്തെ കാഴ്ചയും കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് നടക്കാനെ കൊണ്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ രണ്ട് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറാൻ പോകട്ടോ. അപ്പോഴത്തേക്കിനും കൊച്ചിന് ഭയങ്കര ദാഹം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ പിള്ളേർക്ക് ദാഹവും വിശപ്പൊക്കെ കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനെ കൊണ്ടുപോയി. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ദാണ്ട് നേരെ അകത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് കയറി കുറച്ച് നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ബാക്കിലായിട്ടാട്ടോ ഇരുന്നത്. ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടായിരുന്നു. എന്നാലും അന്നേരം നമ്മൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള ആ ഒരു ജാഗ്രതയ്ക്ക് നമ്മൾ ബാക്കിൽ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം കല്യാണം കാണുന്നതിൻ്റെ ചെറിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കാശിയുടെ 100 കൂട്ടം ചോദ്യങ്ങൾക്ക് 100,000 ഉത്തരവൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളൊരു യൂട്യൂബ് താരത്തെ കണ്ടു കേട്ടോ. അപ്പോൾ ആരാണെന്നുള്ളത് കണ്ടിട്ടുള്ളവർ മെൻഷൻ ചെയ്യുക. താഴെ തന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ. സോറി, മെൻഷനല്ല, കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കുന്ന നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ദാണ്ട് കല്യാണമൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എഴുന്നേക്കാനെ കൊണ്ട് കുറച്ചധികം പാടുപെട്ടു. എന്നാലും നമ്മൾ തത്രി പൊട്ടി അങ്ങ് എഴുന്നേറ്റ് കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ ദാണ്ട് പുറത്തേക്ക് ഇറങ്ങാനെ കൊണ്ട് പോവാം കേട്ടോ. അപ്പോൾ ദാണ്ട് കാശി കല്യാണം മൊത്തം കാണാതെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ നിന്ന് സ്ക്രീനിനകത്താട്ടോ ഞങ്ങൾ കല്യാണം ഫുള്ളായിട്ട് കണ്ടത്. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ കല്യാണം കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം പെതുക്കെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. വേറെ എങ്ങോട്ടുമല്ല, ഈ ഒരു തിരക്കും കാര്യങ്ങളും കാണുമ്പോഴേ ഊഹിച്ചോണം മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതൊക്കെയാണെന്ന്. അങ്ങനെ ദാണ്ട് എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ല ഏമണ്ടം പപ്പടമൊക്കെ. പിന്നെ ഇതിനകത്തൊരു വെറൈറ്റി സംഭവം, കപ്പ പുഴുങ്ങിയതും ചമ്മന്തി. അങ്ങനെ പരിപ്പ് വന്നു, പപ്പടം വന്നു, ചോറ് വന്നു, അതെല്ലാം കൂടെ കുഴച്ചിട്ടടിച്ചു. പിന്നെ ബോളി വന്നു, പായസം തന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബേബി, സി യു.